അവിടെ വെക്കൂ. ഇതൊക്കെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഗ്രീൻ ആപ്പിൾ ജ്യൂസ് ആണോ? അതെ. സോ ക്യൂട്ട്. താങ്ക് യു ശ്വേതാജി. ബിക്കോസ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആവേശം പോലെ ഹെൽത്ത് കോൺഷ്യസ് കൂടെ ആയി തുടങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. എവ്രിവൺ വെൽക്കം ടു കോമഡി മാസ്റ്റർ. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു നല്ല ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു പുതുമയായ ഒരു പേരുകൾ നമ്മൾ യുണീക്ക് പുതുമ സംതിങ്. എന്താ മീനിങ് അറിയോ? അതായത് ഞാൻ ഫസ്റ്റ് ടൈം എന്റെ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട ഒരു വെറൈറ്റി നെയിം എന്ന് പറയുന്നത് ഇവറ്റ് ഡെന്നിസ്. വൈ വെച്ചിട്ടായിരുന്നു അവളുടെ നെയിം. ഇവറ്റ് ഡെന്നിസ്. അവളിപ്പോ ഓസ്ട്രേലിയയിലാണ്. അത് കഴിഞ്ഞ് ഇവറ്റ് ഡെന്നിസ് കഴിഞ്ഞ് സ്കൂളിൽ സ്ഥിരം കേൾക്കുന്ന കുറെ പേരുകളുണ്ടല്ലോ. ആതിര, പിന്നെ രാഹുൽ, റോഹിത് ഒക്കെ ഭയങ്കര കോമൺ നെയിമാണ്. അങ്ങനെ കുറെ പേരുകളൊക്കെ കഴിഞ്ഞില് അഖില്, ഇവൻ എലീന അല്ല എലീന എന്നുള്ള പേര് കേട്ടിട്ടില്ലെങ്കിലും അലീന കുറെ വേറെ ഉണ്ട്. ഫ്ലവിയ ആന്റണി. ഫ്ലവിയ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ഇതൊന്നും പിന്നെ ക്രൈസ്റ്റിൽ പോയി കഴിഞ്ഞപ്പോ റോണക്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ ഒരു നെയിം കേട്ടത്, ബോയിൽ റോണക്. അപ്പൊ എനിക്ക് ആ നെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളോട് പേരുണ്ട് ജ്ഞാനസഹായം. നമ്മളവിടുത്തെ ഒരു മാമന്റെ പേര് കൊച്ചു ചെറുക്കനെന്ന്. എന്റെ ദൈവത്തിനാണ് സത്യം. കൊച്ചു ചെറുക്കൻ കുഞ്ഞിലെ ഇട്ട പേരായിരിക്കും. അല്ല, പേര് കൊച്ചു ചെറുക്കൻ സർട്ടിഫിക്കറ്റ്. എന്റെ മോളുടെ പേര് എനിക്ക് ഭയങ്കര ആദ്യമായിട്ട് കേട്ടോ. ഞാൻ ഇന്ന് വരെ ആ പേര് എവിടെയും കേട്ടില്ല. സബായിന. ചേച്ചി, എന്റെ പള്ളിയിൽ എന്റെ പേര് നോബി ക്രിസ്റ്റഫർ എന്നാണ്. അതെന്റെ പേര് ഏലിയാമാന്നാ. അത് തന്നെ, അത് പറഞ്ഞൂടെ? അമ്മമാരെ പേരായിട്ട് അവള് പതുക്കി വെച്ചിരുന്നു. അപ്പൊ ഇന്ന് മുതൽ നീ ഏലിയാമ്മ. ലോബിയണ്ണ കൂട്ടുകാരൊക്കെ വിളിക്കുന്ന അനീഷ് എന്നാണ്. അല്ല, എനിക്കൊരു പടത്തിൽ എനിക്കൊരു പേരിട്ട് എനിക്ക് ആ പേര് പറയാൻ ഭയങ്കര പാടായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്റെ ആ പടത്തിലെ പേര് ബാക്കിയുള്ള കൂട്ടുകാർ വിളിക്കുമ്പോ എന്താന്നറിയുമോ? ജാക്ക് ഡഗ്ലസ് കോൺസ്റ്റന്റൻ മിറാണ്ട. എന്റെ പേര് ആ പടത്തില് ജാക്ക് ഡഗ്ലസ് കോൺസ്റ്റന്റൻ മിറാണ്ട. ഇന്നലെ ഞാൻ ഷൂട്ട് എടുക്കുന്ന സമയത്ത് 2 പിള്ളേർ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ അല്ല പയ്യനോട് ഞാൻ ഫോട്ടോ എടുത്ത എന്താ പറഞ്ഞ പേര്? അവന്റെ പേര് നെബുക്കത്ത് നേസർ. അത് ബൈബിളിലൊരു നെബുക്കത്ത് നേസർ. അല്ല, ഈ കൊറോണ എന്ന് പേരുള്ള ആളുണ്ട്. ഉണ്ട്. കാരണം ഈ കൊറോണ സമയത്ത് എങ്ങാണ്ടാണ് ജനിച്ചത്. അങ്ങനെ ഒരു കൊറോണ സുനാമി ആളുടെ ആൾ. അങ്ങനെ ഇന്ത്യ എന്ന് പേര്. അത് ക്രിക്കറ്ററിന്റെ മോള്. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞിയുടെ പേര് പുള്ളി മനീഷേട്ടൻ മീഡിയയിലുള്ളതാ. ആർട്ട്. നമ്മളൊരു ക്യാമറമാൻ ചേട്ടന്റെ മോന്റെ പേര് ഹനുമാൻ. ചേട്ടന്റെ മോളുടെ പേര് ഹോപ്പ്. എന്റെ വീട്ടിലൊരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ പേരുണ്ടായിരുന്നു ലവ് കുഷ്. യൂഷ്വലി നമ്മൾ ലവ് കുഷ് 2 ആൾക്കാരല്ലേ. എന്റെ ഒരു കൂട്ടുകാരന്റെ പേര് എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. ഗ്രഹണൻ. ഇതുണ്ട് നമ്മളെ കൂട്ടുകാരൻ ഗ്രഹണൻ. ദിൽജിത്ത്. എന്റെ അച്ഛന്റെ പേര് അറിയാം. കരിച്ചേരി കുഞ്ഞമ്പു നായർ. നെറ്റിപ്പട്ടില്ല എന്നുള്ള ആനയുടെ പേര്. കാട്ടാക്കട ഒരാളുടെ പേരുണ്ട് സ്വതന്ത്രൻ. നമ്മൾ ആക്ച്വലി കുറെ പേരുകൾ കേട്ടപ്പോഴേ എനിക്കൊരു രസകരമായ കാര്യം തോന്നി. എനിക്കൊരു ഗെയിം ഇത് കാണുന്ന പ്രേക്ഷകരിൽ വെറൈറ്റി നെയിംസ് ആണെങ്കിൽ ഒന്ന് കമന്റിൽ അവരും കൂടെ പേര്. അയ്യോ, എന്റെ അച്ഛൻ വന്ന് കമന്റ് ഇടും. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി നെയിംസ് ആണെങ്കിൽ യുണീക് നെയിംസ് ആണെങ്കിൽ ഒന്ന് ആ നെയിംസ് കമന്റ് ഗെയിം പറഞ്ഞു കൊടുക്കട്ടെ. ഓ, ഗെയിം ഉണ്ട്. എന്ത് ചെയ്യുന്നതെല്ലാം ഇനി കുറെ വെറൈറ്റി. ശരി, അപ്പൊ പേരുകൾ അവിടെ നിൽക്കട്ടെ. ഗെയിമിലേക്ക് പോകാം. ഗെയിമിലേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും വെറൈറ്റി പേരുകൾ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇനി ഞാനൊരു ഗെയിം പറയാൻ പോവാണ്. ഓക്കെ, സോ ഒരു ആൽഫബറ്റ് ഞാൻ പറയും. അപ്പൊ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ആ ആൽഫബറ്റ് കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ നോബിനോട് ബി പറയുമ്പോ ബിന്ദു, അങ്ങനെ പേര് പറയണം. പക്ഷെ നോബി ചേട്ടനും അഖിലും ഫീമെയിൽ പേരുകൾ പറയും. ബാക്കി നിങ്ങൾ 2 പേരും അല്ല 3 പേരും ആണുങ്ങൾ പേര്. എത്ര സെക്കൻഡിനുള്ളിൽ പറയണം? അല്ല, ഞാൻ ലെറ്റർ പറയുന്നു, നിങ്ങൾ പേര് പറയണം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഈ ഷോർട്സ് പാവയ്ക്ക ചേച്ചി ഈ ഗെയിം കളിക്കാതെ അഖിലേട്ടൻ ആ പട്ടം കൊടുത്തൂടെ? അത് കുഴപ്പമില്ല. നിങ്ങൾ എല്ലാം നിൽക്കൂ. ഞാൻ അല്ല, അവിടെ വെക്കേ. അത് അവൾക്ക് വൈകുന്നേരം 7 മണി. ഓക്കെ, എല്ലാം നിൽക്കും. അയ്യോ, ലൈനാക്കാൻ പാടില്ലെന്ന് വീട്ടിൽ വരുമ്പോ പറയാം. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ലെറ്റർ പറയും, ഫീമെയിൽ മെയിലിന്റെ പേര് പറയും, മെയില്
ഫീമെയിലിന്റെ പേര് വരും. ഭയങ്കര ഈസി. ഒറ്റ സെക്കൻഡില് എ എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ കുടിക്കുക പോവാ, ഒന്നും സംസാരമില്ല അവിടെ. ടക്കടക്കട എല്ലാം വേഗം വേഗം. ഓക്കെ, അപ്പോ റെഡി? എന്താ ഡയാന? ഹമീദ്. അതവളുടെ പേര്. വാപ്പ രക്ഷിച്ചല്ലേ. പാപ്പ ഹമീദ്. വിജയ. കെ. സി. സെറീന. സി ഞാൻ സി ആ പറഞ്ഞത്. ABC ഇട്. സെറീന. അല്ല അക്സെപ്റ്റ് ചെയ്യാം. ഉടുക്കി അങ്ങനെ ഒരു വലിയ നല്ല ഷോട്ട് എടുക്ക. ചേച്ചി എനിക്ക് ടെൻഷൻ. അർജുനൻ. കുടിക്കാതെ പോ. എഫ്. ഫാറൂഖ്. ജീന. അല്ല ജീന ജി ഇല്ല. ജീന അല്ല ജി ഉണ്ട്. വരും. ജയ വരുള്ളൂ ചേച്ചി. ജീനക്ക് ജയ വരും. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എക്സ്. സിയോൺ. ഓക്കെ പോ. അഖിൽ. അഖിൽ. അല്ല പറഞ്ഞില്ല. ഐ. ഇന്ത്യ. ഇന്ത്യ എന്നൊരു പെൺകൊച്ചുണ്ട്. അയ്യോ എനിക്ക് ടെൻഷൻ ഉണ്ട്. ലെൽനൻ. ഞാൻ സ്മെല്ല് ചെയ്യാം. ലെൽന എന്നുള്ള എന്റെ കസിൻ. അവള് പെണ്ണായി പോയി. ആണാണെങ്കിൽ ഇടാൻ വെച്ച പേരാ. എന്തൊരു കൈപ്പുണ്ട്. ശരിയാ. ആർ. ഫാമിലിയുടെ മുഴുവൻ ആൾക്കാരെ വിളിക്കുന്ന മാമയാ. യുവറാണി. യുവറാണി. യുവ. അത് അങ്ങനെ പേരില്ല. എനിക്ക് പെൺകൊച്ചുണ്ടായ ക്യൂൻ എന്ന് പേരുണ്ട്. വേണ്ടിന്റെ പേര് അതാ എളുപ്പമുണ്ടാ. കഴിഞ്ഞു. ഇതെന്റെ പെങ്കല്ല. ഭയങ്കര ടെൻഷൻ. അളവൊക്കെ നോക്കി വെച്ചാ വേഗം. എൻ. നാഷൻ. അങ്ങനെ ഇന്ത്യയിൽ പേരിടണമെങ്കിൽ നാഷന്റെ പേരിടാം. എനിക്ക് വേണ്ടി ഞാൻ അവനെ നാഷൻ എന്നാ വിളിക്കാം. അയ്യോ നാരായണൻ എന്ന് പറയായിരുന്നു. നാശം എന്ന് വിളിക്കുന്നത് നിന്റെ ഭർത്താവിലെ. എന്താ ചോദിച്ചത്? ടി. തോമസ്. അതായിരുന്നു നിന്റെ പള്ളി കയറിയല്ലേ. ദേവിചന്ദ്രന. ദേവിക ചന്ദ്ര. ശരി ദേവി. ദേവിചന്ദ്രയുടെ മോളാണ് ദേവിക. ഡബ്ല്യു. വില്യം. ഓ. ഇന്ദിര. ഇന്നൊരു കയ്യാണ്. ഇത് നോക്ക്. എനിക്ക് മാത്രം ഈ ഇസഡ് ക്യൂ. ഈ കുട്ടി അവിടെ നിന്ന് ഹോംവർക്ക് ചെയ്തു. പറയുന്നു സത്യമായിട്ടും ഹോംവർക്ക് ചെയ്യുന്നത് തെറ്റാണ് ടീച്ചർ. ഓ. ഓമനൻ. അങ്ങനെ ആർക്കുമില്ല പേര്. ഇല്ല. ഓമന കുട്ടനെന്തെങ്കിലും പറ. അതല്ലേ എടി മന്ദം. പത്മനാഭൻ. ഞങ്ങളെ ദൈവത്തെ നീ മാറ്റിപ്പിടിച്ചു. ഓരോ സ്ഥലത്ത് കറങ്ങി വനജ. പാവോട് സത്യം കയറി. എം. മാത്യു. വില്യമിന്റെ ബ്രദറാ. ഇതെന്താ? രണ്ടും കൽപ്പിച്ച. എസ്. സുമി. എടാ ശ്വാതാമേന തൊട്ടടുത്ത്. ഓക്കെ, നല്ല പേരാണ്. സെഡ്. ഓ സക്കറിയ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒരു എല്ലാരും നേരെ നിൽക്കണം. ഏറ്റവും കുറവ് നമ്മളുടെ അഖിലിന്റെ ക്ലാസ് ആണ്. ബാക്കി രക്ഷപ്പെട്ടു നോക്കട്ടെ. അഖിലാണ് ഏറ്റവും ജാസ്തി. അഖിൽ ശ്രീവിദ്യയാണ് കുടിച്ചത്. പക്ഷെ അഖിലാണ് ഏറ്റവും. അപ്പം ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത് കഴിഞ്ഞു. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങാം. എങ്ങനെയുണ്ട് ആ പാവയ്ക്ക ജ്യൂസിന്റെ ആ ഒരു ഫീലിംഗ് ഒന്ന് പറഞ്ഞുതരോ? കൊള്ളാം.
അല്ല ഇച്ചിരി കയ്പുണ്ട്. അപ്പൊ മധുരമുള്ള എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക്? നിങ്ങൾ ആരുടെ ടീം എന്താണ് ഇറക്കാൻ പോകുന്നത് എന്നുള്ളത് പറയായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ റെഡി ആയിട്ട് ഞങ്ങൾ ഇരിക്കായിരുന്നു. ഞങ്ങൾ തെക്കേക്കരയാണ് ആദ്യത്തെ പരിപാടി ഇറക്കാൻ ചേട്ടൻ പറഞ്ഞ പോലെ മധുരമുള്ളൊരു കഥ. മധുരമുള്ളൊരു കഥാപ്രസംഗം, വളരെ മനോഹരമായി ചെയ്യുന്നൊരു കഥാപ്രസംഗം, ഗംഭീരമായ ഒരു കഥാപ്രസംഗം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2ാം വാർഷികമാണ് കഥാപ്രസംഗം. അവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത്. തമ്പാനൂർ തങ്കമണി ക്ലബിന്റെ 2ാം വാർഷികം. നിങ്ങൾ പറഞ്ഞോ ചേച്ചി, എന്തെങ്കിലും 5 രൂപ ചേച്ചി കപ്പലിന്റെ വയ്ക്കാം. പ്രിയമുള്ളവരെ, തമ്പാനൂർ തങ്കമണി ട്രസ്റ്റിന്റെ 2ാമത് വാർഷികത്തോടനുബന്ധിച്ച് തൊണ്ടയാട് സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. നിർത്തടോ. സമയം ഇപ്പൊ എത്രയായി? 10 മണി. എത്ര മണിക്കാ കഥാപ്രസംഗം തുടങ്ങുമെന്ന് പറഞ്ഞേ? 8 മണിക്ക്. ഇപ്പൊ സമയം 10 മണിയായി. സമയം പൊക്കോണ്ടിരിക്കയാണ്. സമയം പോണേന് ഞാൻ എന്ത് ചെയ്യാ? പോയി ക്ലോക്ക് കണ്ടുപിടിച്ചോനടുത്ത് പറ. ആളുകളെല്ലാം ഇളകാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ എടുക്കുന്നേ? ആളുകളെല്ലാം കൂവാൻ തുടങ്ങിയെന്ന്. പോവാൻ തുടങ്ങിയോ? പ്രിയമുള്ളവരെ, ആരും തന്നെ ഇപ്പൊ കൂവരുത്. ഞങ്ങളുടെ പരിപാടി തുടങ്ങുമ്പോ കൂവിയാ മതി. ഇനി ആരും കൂവില്ല. അല്ല, ഈ കഥാപ്രസംഗത്തിന് തബല ഹാർമോണി ഒന്നും വേണ്ടേ? അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഇതാ DJ. എന്തായാലും ഇത് തമ്പാനൂർ തങ്കമണി ട്രസ്റ്റിന്റെ പരിപാടിയാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഈ പരിപാടിയൊക്കെ നടത്തുന്നേ? അതോ, കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ നമ്മളൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്ത്. അതുകൊണ്ട് അങ്ങറ്റിരിക്കുന്ന കുട്ടിയെ കണ്ട ആ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തത്. പക്ഷെ അത് നിങ്ങളുടെ അനിയത്തിയല്ലേ? എന്റെ അനിയത്തി. അതെന്തേ എന്റെ അനിയത്തി കല്യാണം കഴിക്കണ്ടേ? അവളങ്ങനെ കെട്ടാശരക്കായിട്ടിരുന്നാ മതിയാ? കഥാപ്രസംഗത്തിലുള്ളവർ എന്തിയേ? തൊണ്ടാങ്കാട് സിസ്റ്റേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു കഥ പറയാൻ വേണ്ടി. 1, 2, 3 സ്റ്റാർട്ട്. സത്കലാദേവി തൻ ചിത്രഗോപുരങ്ങളിൽ സർഗസംഗീതമുണർന്നു. സർഗസംഗീതമുണർന്നു. സത്കലാദേവി തൻ ചിത്രഗോപുരങ്ങളിൽ സർഗസംഗീതമുണർന്നു. സർഗസംഗീതമുണർന്നു. എവിടെയായിരുന്നു? ഞങ്ങൾ തൊണ്ടയങ്ങാടായിരുന്നു. വരുന്ന വഴി തൊണ്ടയങ്ങാട് നല്ല ബ്ലോക്ക്. തൊണ്ട ബ്ലോക്ക് ആയാലും ശരി, ബ്ലോക്ക് ആയില്ലെങ്കിലും ശരി, നിങ്ങൾ കഥാപ്രസംഗം പറഞ്ഞേ പറ്റൂ. അതെ, ഞങ്ങൾ ഇപ്പം താമസിച്ചു പോയി. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞങ്ങൾ അങ്ങനെ താമസിച്ചേ വരുള്ളൂ. ഇടവേളയാകുമ്പോ പോവും ചെയ്യും. ഇടവേളക്ക് പോവോ? ഇടവേളയ്ക്ക് മുന്നേ തന്നെ നാട്ടുകാർ പോവും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്തിനാ? കഥാപ്രസംഗം. മേഡം പേടിക്കണ്ട, നമ്മുടെ കഥാപ്രസംഗം ഭയങ്കര വെറൈറ്റിയാ. കഥയുണ്ട്, പാട്ടുമുണ്ട്. DJ വെറൈറ്റിയാണ്. കഥയും പാട്ടും വേറെ ഒരു കഥാപ്രസംഗത്തിലും ഇല്ലല്ലോ. ഈ കഥാപ്രസംഗത്തിൽ ഞാൻ പാടും, ഞാൻ ആടും, ഞാൻ ഓടും, ഞാൻ പെടും. അതെ, ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ്. ഇപ്പൊ എന്തേലും പ്രശ്നം പറ്റിയാൽ അതെല്ലാം കൂടെ എന്റെ തലയില് വന്ന് വീഴൂ. മേഡം ടെൻഷൻ ആവണ്ട മേഡം, നമ്മുടെ അടിപൊളിയാ. എന്നാ പിന്നെ ശരി, എന്നാ നിങ്ങൾ വേഗം എന്തായാലും കഥ പറഞ്ഞോ. കഥ പറയാം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. മേഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കട്ടൻ ചായ ഉണ്ട് തരണേ, തൊണ്ടയൊന്ന് റെഡി ആവാന്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അതെല്ലാം സ്റ്റേജിന്റെ ബാക്കിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചായയും വട എല്ലാം തരുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കുഴപ്പമില്ല, പുക അടിക്കാതിരുന്നാ മതി. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനായി തൊണ്ടയാട് സിസ്റ്റേഴ്സിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് സിന്ധു, എനിക്ക് വയസ്സ് 30. സൂചി കുത്താനിടമില്ലാത്ത ഈ തിരക്കിന്റെ ഇടയിൽ നിന്നെ തോണ്ടിയവന്റെ പ്രായം 40. എന്റെ പേര് സിന്ധു, എനിക്ക് വയസ്സ് 20 അല്ല 30. എന്റെ പേര് ക്രഷ്, കല്യാണം കഴിയാത്ത എന്റെ വയസ്സ് 35. എന്നെ പരിചയപ്പെടുത്തി മാറിക്കള ചെവിത്തോണ്ടി. ചെവിത്തോണ്ടി കളിക്കരുത്, വല്ല കല്യാണം നിർന്നാലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പാടിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. സ്റ്റോൺ ത്രോ ചെയ്യരുതേ നാട്ടുകാരെ, കല്ല് വലിച്ചെറിയരുതേ നാട്ടുകാരെ, അയ്യോ ഇഷ്ടികയ്ക്ക് എറിയരുതേ നാട്ടുകാരെ, ചെല്ല് വലിച്ചൂരരുതേ നാട്ടുകാരെ, അയ്യോ കല്ല് വലിച്ചെറിയരുതേ നാട്ടുകാരെ, ഇഷ്ടികയ്ക്ക് എറിയരുതേ നാട്ടുകാരെ, അയ്യോ.
പേര് ജോർജ് കുട്ടിയുടെ കുമ്പസാരം. എന്താ കൊമ്പുണ്ടോ മകൻ വരുണിന്? എന്ത് പറ്റി? അപ്പൊ നമ്മുടെ കഥാപ്രസംഗം നമുക്ക് ഇവിടെ ആരംഭിക്കാം. അതാ അങ്ങോട്ട് നോക്കൂ. കിഴക്കൻ ചക്രവാള സീമയിലതാ ആകാശം വെള്ള കീറി. എന്തുവാടാ ഇത്? വെള്ള കീറിയതാ. നിങ്ങളവിടെ ആകാശം വെള്ള കീറിയില്ലേ? അത് ഞാൻ വായം കൊണ്ട് ഉറപ്പിച്ചതാ. മിമിക്രി. അല്ല, ഇത് കഥാപ്രസംഗം അതാ മിമിക്രിയോ? കഥാപ്രസംഗം. അതറിയാലോ. പ്രിയമുള്ളവരെ ക്ഷമിക്കണം, നമുക്ക് കഥ തുടരാം. അതാ അങ്ങോട്ട് നോക്കൂ. കേബിൾ ടിവിയുടെ ഓഫീസ് അടച്ചുപൂട്ടി നടന്നു വരികയാണ് നമ്മുടെ കഥാനായകൻ ജോർജ് കുട്ടി. അങ്ങനെ അദ്ദേഹം നടന്ന് വീട്ടിലേക്ക് കയറിയതും അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിവിറച്ചു. എന്താണ് ആ കാഴ്ച? 20 വയസ്സ് മാത്രം പ്രായമുള്ള അരുൺ എന്ന ചെറുപ്പക്കാരനെ വരുൺ എന്ന ചെറുപ്പക്കാരനെ തലക്കടിച്ച് കൊന്നിട്ടിരിക്കുന്നു. അടി 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 തലക്കടിച്ച് കൊന്നല്ലോ. അടി 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 തലക്കടിച്ച് കൊന്നല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്താടാ? എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് വരുണിനെ അടിച്ചിട്ടിരിക്കുന്നതെന്ന്? നമ്മുടെ കഥാനായകൻ ജോർജ് കുട്ടി അല്ല, പിന്നെ നമ്മുടെ സഹദേവൻ. ഓ, നമ്മുടെ ജോർജ് കുട്ടിയുടെ ഭാര്യ. അതെ. അങ്ങനെ നമ്മുടെ വരുൺ അവിടെ ചോര വാർന്ന് കിടക്കുമ്പോഴാണ് അതാ അപ്രതീക്ഷിതമായി ജോർജ് കുട്ടിയുടെ വീടിനെ ലക്ഷ്യസ്ഥാനമാക്കി ഒരു പോലീസ് ജീപ്പ് കടന്നു വന്നത്. അയ്യോ, കൂവിയതല്ല, ഞാൻ പോലീസ് ജീപ്പിന്റെ സൗണ്ട് ഉണ്ടാക്കിയതാ. അങ്ങനെ പോലീസ് ജീപ്പ് അവിടെ ചവിട്ടി നിർത്തിയതും അതാ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണെന്ന് നോക്ക്. ചായ 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 ചായ. നിങ്ങളല്ലേ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ വേണോ? എന്റെ പൊന്നു പെണ്ണുമ്പോൾ ആ ചായ അവിടെ കണ്ണു കൊണ്ട് വെച്ചേ. വേണ്ടെങ്കി വേണ്ട. എന്നാലും ഇതുവരെ ഒന്നല്ലേ. ഇതിവിടെ ഇരിക്കട്ടെ. ബിസ്ക്കറ്റ് ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് മുക്കി അടിക്കാനാ. ബിസ്ക്കറ്റ് ഇല്ല. എന്നാ ചായ കൊണ്ട് പോയ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണ്? നമ്മുടെ സഹദേവൻ. ജോർജ് കുട്ടിയെ തല്ലിയോനാ സഹദേവൻ. കേസ് കുത്തി പൊക്കിയോനാ സഹദേവൻ. അയ്യോ, ജോർജ് കുട്ടിയെ തല്ലിയോനാ സഹദേവൻ. ഇളയ കുട്ടിയെ ടക്ക് ടക്ക്, വലിയ കുട്ടിയെ ടക്ക് ടക്ക്, ജോർജ് കുട്ടിയെ പെണ്ണും പുള്ളയെ തല്ലുന്നേ, തല്ലിക്കൊല്ലുന്നേ. ആടിയടാ. അങ്ങനെ ക്രൂരനായ സഹദേവൻ തന്റെ വീട്ടിലേക്ക് എത്തിയെന്നറിഞ്ഞ ജോർജ് കുട്ടി തന്റെ കുടുംബത്തോട് പോയി പറഞ്ഞു, ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ടതൊന്നാണ്, നമ്മൾ പറയേണ്ടതൊന്നാണ്. തിരിച്ചു ചോദിച്ചാലും മറിച്ച് ചോദിച്ചാലും നമ്മൾ പറയേണ്ടതൊന്നാണ്, നമ്മൾ പറയേണ്ടതൊന്നാണ്. ഓഗസ്റ്റ് 2 എവിടെ പോയി? ടക്ക് 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 ടക്ക്, പാറയപ്പള്ളിയിലെ ധ്യാനത്തിന്. ടക്ക് 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 ടക്ക്, ഓഗസ്റ്റ് 2 എവിടെ പോയി? പാറയപ്പള്ളിയിലെ ധ്യാനത്തിന്. ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ടതൊന്നാണ്, നമ്മൾ പറയേണ്ടതൊന്നാണ്. അപ്പോൾ അതാ ആ മുറിയിലേക്ക് കേറി വന്ന സഹദേവൻ കൈയൂങ്ങിക്കൊണ്ട് ചോദിച്ചു, ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടെ പോയിരുന്നു? ഇത് കേട്ട അവർ പറഞ്ഞു, തൊടുപുഴയുള്ള പള്ളിയിൽ ധ്യാനം കൂടാൻ പോയിരുന്നു. അപ്പോഴേക്കും മരിച്ചു കിടന്ന വരുണിന്റെ അച്ഛൻ പ്രഭാകരൻ അവിടേക്ക് കേറി വന്നു. എന്നിട്ട് ജോർജ് കുട്ടിയുടെ കാലിൽ വീണ് വീണ് ചോദിച്ചു, മകന് വേണ്ടി, വരുണ് വേണ്ടി, അവന് വേണ്ടി കാത്തിരിക്കണോ? ജോർജ് കുട്ടി ഓർത്ത് നോക്ക്, അവന് വേണ്ടി കാത്തിരിക്കണോ? ഇതെല്ലാം കേട്ടിട്ടും ജോർജ് കുട്ടി മറുപടി ഒന്നും കൊടുത്തില്ല. വീണ്ടും അദ്ദേഹം ജോർജ് കുട്ടിയുടെ കാലിൽ വീണ് ചോദിച്ചു, ഞാൻ ഇനിയും എന്റെ മകൻ വരുണിന് വേണ്ടി കാത്തിരിക്കണോ? ഞാനാണെങ്കിൽ അമേരിക്കക്ക് പോവാൻ മുട്ടി നിൽക്കുക. ജോർജ് കുട്ടി പറഞ്ഞു, ഞാനും വൈഫും കിഡ്സും ഉള്ള ലോകം അവിടെ ക്ഷണിക്കപ്പെടാത്തൊരാ തീയതി വന്നു. ഞാനും വൈഫും കിഡ്സും ഉള്ള ലോകം അവിടെ ക്ഷണിക്കപ്പെടാത്തൊരാ തീയതി വന്നു. പലവട്ടം ചൊല്ലി അവനാണേലോ ചെവിക്കൊണ്ടതില്ല. വീണ്ടും ഞാൻ പലവട്ടം ചൊല്ലി, വീണ്ടും അവൻ ചെവിക്കൊണ്ടതില്ല. അങ്ങനെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടും കേൾക്കാത്ത കാരണത്താൽ എന്നേക്കുമായി പറഞ്ഞയച്ചു, അവനെ എന്നേക്കുമായി പറഞ്ഞയച്ചു. നിർത്ത്. എന്തായി കാണിക്കുന്നേ?
കഥാപ്രസംഗം. ഇതാണോ കഥാപ്രസംഗം? വല്ലവരുടെ കഥ അടിച്ചു മാറ്റിട്ടാണോ കഥാപ്രസംഗം നടത്തുന്നേ? എല്ലാവരുടെയും കഥയോ? ഇത് ഞങ്ങൾ രണ്ടിൽ കഷ്ടപ്പെട്ടിരുന്ന എഴുതിയ കഥയാ. ഏത് ഇതോ? ജിത്തു ജോസഫ് എഴുതിയ ദൃശ്യ സിനിമയിലെ കഥയോ? ജിത്തു ജോസഫോ? അതാരാ? ദേ ഇതാണ് ജിത്തു ജോസഫ്. അങ്ങനെ പറ. എടി എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായില്ലേ? എടി നമ്മൾ പണ്ട് മൂവാറ്റുപുഴയിൽ കഥാപ്രസംഗം പറയാൻ പോയത് ഓർമ്മയുണ്ടോ? അന്ന് അവിടെ തലയിൽ ഒരു തോർത്തും കെട്ടി ഫ്രണ്ടിൽ വന്നിരുന്നില്ലേ? അയാളാടി ഇത്. നീ അന്നേ എന്റെ പൊന്ന് ജിത്തു സാറേ, ഞങ്ങളോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചിരുന്ന് എഴുതിയ കഥയായിരുന്നു സാറി കൊണ്ടൊന്ന് സിനിമയാക്കിയത്. വേണ്ടടി, വേണ്ട, നമുക്ക് ഈ കഥ വേണ്ട. വേണ്ട. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഥാപ്രസംഗം ഇന്നത്തോടെ വിടുന്നു. നാളെ തൊട്ട് നമ്മൾ പുതിയ കഥാപ്രസംഗമാണ്. നമ്മുടെ കഥാപ്രസംഗത്തിന്റെ പേര് തോമാച്ചായനോട് ചാക്കോമാസ് ചെയ്തത് എന്ത്? അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ സിനിമാക്കാരോടാ. ദയവിധൻ ഈ കഥയൊന്നും കൊണ്ട് സിനിമ ആക്കിയേക്കല്ലേ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വടക്കേക്കരക്കാർ എന്തെങ്കിലും നടക്കും. എലീനയുടെ വീട്ടില് പെറ്റ്സ് ഉണ്ടോ? അയ്യോ, ഉണ്ടോന്നോ? ഇല്ലേ? പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ പെറ്റ്സ്. പിന്നെ അതുപോലെയാണ് ഫിഷ്, ഗോൾഡ് ഫിഷ്. എന്തുടെ എന്റെ വീട്ടിലൊരു മീനുണ്ട്, പേര് കുരു. മതി, ഇത് കൂട്ടക്കുരുവായില്ലേ? ഇനി ഒന്നും ചോദിക്കണ്ട. അക്വേറിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്വേറിയം ബേസ് ചെയ്തിട്ടുള്ള സ്കിറ്റ്. പക്ഷെ സ്കിറ്റില് അക്വേറിയത്തിന്റെ ഓർഡർ ആയിരുന്നു നിങ്ങൾ ഞെട്ടും. ആരാ? ഉല്ലാസ് പന്തളം. ഒളിക്കും. ഇനി ഒന്നും പറയണ്ട, സ്കിറ്റ് കാണാം. ഹലോ, ആറ്റുവാള അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ്. ആരാണ്? ഹലോ, മീനുണ്ടോ? മീനുണ്ട്. പൂച്ചയുണ്ടോ? പൂച്ചയുണ്ട്. ആ മീനിനെ പൂച്ച പിടിക്കാൻ നോക്കണേ. ആരാടാ ഇത്? കുറച്ച് നാളോട്ട് വിളിച്ച് കളിയാക്കിയാണല്ലോ. മുതലാളി ഇങ്ങ് വരട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോക്കും. അവൻ പിന്നെ വിളിക്കുന്നത്. പണിയുണ്ട്. ഹലോ ഹലോ ആ, ഹലോ, മീനുണ്ടോ? മീനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ മീനെ പൂച്ച പിടിക്കും. പൂച്ചയില്ലല്ലോ. പൂച്ചയില്ലേ? ഇവിടെ മീനിനെ പൂച്ച പിടിച്ച പൂച്ച ഇവിടെ നിൽക്കും. അത് അതിന്റെ പാട്ടിന് പോയി കാണും. മോലാടി അവരാ. മുതലാളി ആഴക്കടലിൽ മുങ്ങാൻ കുഴിയിടാൻ പോയി. ഇവിടെ ഇരിക്കുന്ന മീനൊക്കെ മുതലാളി സ്വന്തമായിട്ട് പിടിച്ചോണ്ട് വരുന്നതല്ലേ. അയ്യോ, സ്കൂബ ഡൈവിംഗിൽ അഗ്രഗണ്യനാ എന്റെ മുതലാളി. ഇതും കൂടി 52ാമത്തെ പ്രാവശ്യമാണ് നീ ഞങ്ങളുടെ വലയിൽ വന്ന് കൊടുക്കണത്. ഇവരെ പേടിച്ചിട്ട് ഇപ്പൊ കടലിൽ വലയിടാൻ പറ്റണ. അതെന്താന്നറിയാവോ? ജലോപരിതലത്തിലേ കുമ്പള വരുമെന്ന് പേടിച്ചു. എടാ, അതാണ് പറഞ്ഞത്. വല വീശാൻ പറ്റുന്നില്ല. ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ അതിൽ കയറി കൊളത്തു ഈ പിശാചി. മേലാല് നീന്തല് പഠിക്കാതെ കടലിൽ ഇറങ്ങിയ നെഞ്ചത്തു കൂടി ബോട്ട് കയറ്റി ഞാൻ കൊല്ലും. വെള്ളത്തിനടി വെച്ച് ബോട്ട് കയറ്റി കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എടാ, ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ടല്ലോടാ. പിന്നെ നീ എന്ത് പിടിക്കാനായി കടലിലോട്ട് വന്നത്? അത്യാഗ്രഹം. അതാ പറഞ്ഞത്, നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. പൂച്ച എന്നാ സ്ട്രോ ഇട്ടാ കുടിക്കുന്നേ. നിന്റെ ഈ പൂടാ ഡൈവിംഗ് കൂടാ ഡൈവ് അല്ലടേ, സ്കൂടാ ഡൈവ്. നിന്നെ എടുത്തോളടാ. എന്നെ എടുക്കുമ്പോഴേ തോളെ കയറ്റി ഇവിടെ എല്ലാം കൊണ്ട് കറക്കി കാട്ടി. വേണ്ട, ഒന്നുമില്ല. പോട്ടെ. വല്ല കാര്യമുണ്ടാ കടലിൽ കിടന്ന് വെള്ളം കുടിക്കാൻ? ഇങ്ങനെ നടക്കുന്ന കടലിന്റെ അഗാധ തലങ്ങളിൽ ഊളിയിട്ട് നടന്നപ്പോൾ ആരോ ചൂണ്ടയിട്ടു. അത് അസ്ഥാനത്ത് എവിടെയോ നീ എത്ര മണിക്കാണ് കട തുറന്നത്? 10 മണിക്ക്. 10 മണിക്കോ? നിന്നോട് 9 മണിക്ക് കട തുറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയിരുന്നു. ഏത് സിനിമയ്ക്ക്? ബൊഗൈൻവില്ല. പുകയുന്നില്ലെങ്കിൽ ഇച്ചിരി കുന്തരയ്ക്ക് വിട്ട് കത്തിച്ചോടും. നല്ലപോലെ പുകയും. അതല്ല, സിനിമയുടെ പേരാ ബൊഗൈൻവില്ല. നല്ല സൂപ്പർ സിനിമ. സിനിമ കണ്ടു നടന്നോണ്ടല്ലോ നിന്റെ ചൗക്കിലടിച്ച് ഞാൻ പോയിക്കും. ഒരു സിനിമ ഉത്തരവാദിത്തമാണോ? ഉത്തരവാദിത്തം.
ആരുടെ അത്? ഞാൻ പേടിച്ചു പോയി. ആരാ സത്യം പറ, നീ ഇവിടെ വല്ല കുരുനഗരിയും കാണിച്ചോ? ഒന്നും ചെയ്തില്ല. അല്ല, ഇയാളെ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. നീ ഒന്നുകൂടെ നോർത്തു നോക്കി, നീ എന്തേലും അബദ്ധം കാണിച്ചോന്ന്. ഒന്നുമില്ലെന്ന്. അതെ, രാവിലെ 10 മണിക്ക് തുറന്നല്ലോ നീ. തുറന്നു. വല്ല കച്ചവടം നടന്നായിരുന്നോ? എവിടാ, ഒരു പട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഈ കുന്ത അടച്ചിട്ട് ചന്ത വല്ല മീൻ കച്ചവടം ചെയ്യാന്ന് ആലോചിക്കുമായിരുന്നു. വെറുതെ തുറന്നു വെച്ചേക്കാണ്, വെറുതെ. പിന്നെ എന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തുറന്നു വെച്ചേക്കുന്നത്. എന്റെ അച്ഛൻ എന്താണ് അവസാനമായിട്ട് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അറിയാം. എന്താണ്? അതെന്താ ഇങ്ങനെ? എന്റെ അച്ഛൻ കായലി മുങ്ങില്ലാത്തത്. അണ്ണാക്കി വെള്ളം കയറി ആരാലും ഇങ്ങനെ പറയുള്ളൂ. എടാ, അതാണോ പറഞ്ഞത്? അച്ഛൻ ചാവുമ്പോ എന്നോട് പറഞ്ഞത് ഈ കട അന്തസ്സോടെ നീ നോക്കി നടത്തണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതിനൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ കളർ മീനൊന്നും പിള്ളേർക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഏത് മീനിനോടാ താല്പര്യം? നമുക്ക് അരുണെ കൊണ്ടുവരണം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ബ്ലാക്കിൽ വിൽക്കാന്ന്. ബ്ലാക്കിൽ വിറ്റ കേസാകുമെന്ന് ദേവസ്വം ബോർഡ് അറിഞ്ഞാൽ എന്തോ വിഷയമാവെന്ന് അറിയാവുന്ന. ദേവസ്വം ബോർഡോ? പിന്നെ ശബരിമല വിൽക്കേണ്ട അരമണ ഇവിടെ കൊണ്ട് ബ്ലാക്കി വിറ്റ് കഴിഞ്ഞാൽ കേസെടുക്കത്തില്ലേ? അരവണ അല്ലെന്നാ. പിന്നെ അരുവാണ്, അത് മീനാണ്. അരണ മീനാണെന്നോ? നീ ആരോടാ ഈ പറയുന്നത്? അണ്ണാ വെറുതെ അല്ല ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അരണയല്ല, അരോണ. എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലെ ശുദ്ധജല തടാകത്തിൽ വളരുന്ന ഒരു മത്സ്യമാണ് ഈ അരോണ. അത് നമുക്ക് കൊണ്ടുവരണം. എടാ സാമദ്രോഹി, അത് എങ്ങാണ്ടൊരു ദേശത്ത് ശുദ്ധജലം കുടിച്ചെങ്കിലും അത് ജീവിക്കുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ എന്തിനാണ് പട്ടിണിക്ക് കൊല്ലുന്നത്? അത് അവിടെ ശുദ്ധജലം കുടിച്ച് ജീവിച്ചോട്ടെ. അയ്യോ, നീ ഒന്നുകൂടെ ഓർത്തു നോക്കി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അണ്ണ, എന്റെ ബലമായ സംശയം ഇവിടെ മീൻ മേടിക്കാൻ വരുന്ന പിള്ളേരില്ലേ, ആ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ കറങ്ങി നടക്കുന്ന കിഡ്നാപ്പ് സംഘമാണ്. എനിക്ക് വേറൊരു സംശയമാണ് തോന്നുന്നത്. ആളിനെ കണ്ടിട്ട് കുറുവ സംഘമാണെന്ന് തോന്നുന്നു. ഇതുപോലെ പകല് കറങ്ങി നടന്നിട്ട് രാത്രി വന്ന് മോട്ടിക്കാനുള്ള പരിപാടി അതിനിവിടെ കിഴങ്ങിയിരിക്കുന്നു. പിന്നെ അണ്ണാ, നമുക്ക് കടയൊക്കെ ഒന്നുകൂടെ ഒന്ന് മോടി പിടിപ്പിക്കണം. എങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പിള്ളേരെയാണ് നമുക്ക് ആകർഷിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ കടലിൽ പോയിട്ട് ഈ മീനല്ലാതെ കുറച്ച് വിചിത്ര ജീവികളെ കൂടെ കൊണ്ടുവരണം. വിചിത്ര ജീവി? അതെന്താണ്? ഈ ഉദാഹരണത്തിന് ഈ നീരാളി. നീ ഈ കട പൂട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്താ? ഇവിടെ നീരാളിക്ക് എത്ര കൈ ഉണ്ടെന്നറിയോ? തീറ്റി കൊടുത്ത് ഞാൻ മുടിയും. കൈ നീട്ടി 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 ഞാൻ എവിടെ കൊണ്ട് ആഹാരം കൊടുക്കണം? ആഹാരം കൊടുക്കണം. മനസ്സിലായോ? വേറെ പ്രശ്നങ്ങളുണ്ട്. മണ്ടത്തരം പറയരുത്. വേറെ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? നീരാളിയെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. എന്താ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞ MBD ഫൈൻ അടിക്കും. നീരാളി MBD ആയിട്ട് എന്താണ് ബന്ധം? കൊന്നുകളയുന്നുണ്ട് ഞാൻ. മേളത്തെ പെറ്റ് ഷോപ്പിലെ പട്ടിക്കെല്ലാം തീറ്റ കൊടുത്തായിരുന്നു. ഞാൻ മറന്നു വേണ. എടാ, ഏതൊക്കെ രാജ്യത്തു നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്ത വിവിധ തരം ബ്രീഡുകളാണ്. ചന്തയിൽ കിടക്കുന്ന ചാവാലി പട്ടികളെ കൊണ്ടുവന്ന് വാലും കെട്ടിയത് ചെവിയും വലിച്ചു കിട്ടി ഗോവർമാരെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കച്ചവടം അടിക്കുന്നു. ആൾക്കാർ അറിയുമ്പോ പഠിച്ചോളും. ഹലോ, എക്സ്ക്യൂസ് മീ, അക്വേറി അല്ലേ? റേഷൻ കടയാണ്. അപ്പൊ നിങ്ങള് സപ്ലൈ ഓഫീസർ. ഇൻഫെക്ഷൻ വന്നതാണ്. ഓ സോറി സർ. ഓട്ടറ വട്ടാൻ അക്വേറിയാണ്. അക്വേറിയാണോ? അയ്യോ, അതാ എനിക്ക് തോന്നി. സോറി. ഇത്രയും സാമാനം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പറയാ തോന്നുന്നതേ ഉള്ളൂ. അല്ല, നിങ്ങൾ റേഷൻ കടയാന്ന് പറഞ്ഞപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി. ലാബ് ഉണ്ടോ? ലാബ് വരൂ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന വഴിയില്ലേ, അവിടുന്ന് പുറകോട്ട് ഒരു 50 മീറ്റർ നടക്കുക. ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കെട്ടിടത്തിലാണ് ലാബ് സ്ഥിതി ചെയ്യുന്നത്. ലാബ് രക്തം കഫം മലം. അയ്യോ, ലാബ് അല്ലടോ, പട്ടി. എന്റെ കടയിൽ വന്ന് എന്നെ പട്ടി എന്ന് വിളിക്കുന്നു പെണ്ണുപിള്ള. അയ്യോ, അതല്ല ഞാൻ സംസാരിക്കണം. പട്ടിന്ന് വിളിച്ചതല്ല, ലാബ് ഡോഗ് ഉണ്ടോന്ന്. അതെന്താ? എനിക്കറിഞ്ഞൂടാ. എന്റെ ഫ്രണ്ടിൽ ഒരു പട്ടി കിടക്കുന്നുണ്ട് ആ ലാബിന്റെ ഫ്രണ്ടില്. കുഴപ്പമില്ല. ജർമ്മൻ ഷിപ്പ്. നിങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് എന്ത് വിഡിത്തരമാണ് ഈ പറയുന്നത്? ഇവിടെ ജർമ്മൻ ഷിപ്പ്യാർഡല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡല്ല തൊട്ടടുത്ത. അതല്ല, ഞാൻ പട്ടി ഉണ്ടോന്ന് ചോദിച്ചേ. പോട്ടെ, ഡാഷ് ഉണ്ടാവോ? ഒരുപാട് ഡാഷ് ഉണ്ടായിരുന്നു, ഞാൻ പൂരിപ്പിച്ചു. ഇത് പെറ്റ് ഷോപ്പ് തന്നെയല്ലേ? അറ്റ്ലീസ്റ്റ് ബീഗിൾ ഉണ്ടാവോ? ഉണ്ടാവണം. ഉണ്ടാവും. ഒരു പീസ് കാണണം. ഇവിടെ ബീഗിൾ ഉണ്ടോ? ഷോ, ഞാൻ എത്ര അന്വേഷിച്ചെന്നറിയോ? എന്റെ ജീവനാ ബീഗിള്. നല്ല ഭംഗിയാ കാണാൻ, 3 കളറൊക്കെ ആയിട്ട്. ഷോ, ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു ബീഗിളിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ക്ഷമിക്കണം,
ഒരു ബീഗിൾ ഉണ്ടായിരുന്നു, ഈ പിഴച്ചവൻ എങ്ങാണ്ട് കൊണ്ട് കളഞ്ഞതാ. തൽക്കാലം ഞാനൊരു ഊത്ത് തരാം, ഇത് മതിയോ? നല്ല സൗണ്ടാണ്. റോഡ് വീലർ ചോദിക്കാഞ്ഞത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഇയാളെങ്ങാനും റോഡർ ഇവിടെ കൊണ്ടുവന്ന് എന്റെ തലയ്ക്കകത്ത് കൂടെ കയറ്റി ഇറക്കിയാനെ. ആ ശരിയാ, വേണ്ട, പട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഗോൾഡ് ഫിഷ്. കുറെ നേരം സംസാരിക്കുന്നു. ഞാനത് അത്ര വൃത്തികെട്ട ആളാണോ? ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫ്രഷ് ഫിഷ് ആണ്. ഓൾഡ് ഫിഷ് ഒന്നും ഇവിടെ ഇരിപ്പില്ല. ഇത് ഐസിട്ട് വെക്ക് വീണിരിക്കാനത് ചന്തയൊന്നും അല്ല. ഇത് ഗോൾഡ് ഫിഷ് അല്ല, ഗോൾഡ്, നല്ല സ്വർണ്ണ കളറായിട്ട് ഗോൾഡ് ഫിഷ് ഉണ്ടാവും. ഗോൾഡ് ഫിഷ് ആണ് അത് പറയണ്ടേ? ഗോൾഡ് ഫിഷ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയാം? അത് ഈ പണം എടുക്കുന്ന കടയില്ലേ, അവിടെ കൊണ്ടുപോയി ഉരച്ചു നോക്കിയാൽ മതി. അപ്പൊ ഒറിജിനൽ അല്ലെങ്കിൽ മുക്കുമണ്ടം മടയം വെച്ചാൽ അകത്തിടും പിടിച്ചു. അയ്യോ, വെറുതെ അല്ലടോ തന്റെ അക്വറിയത്തിൽ ഒരു പട്ടി പോലും കയറാത്തത്. ഇവിടെ വരുന്ന പട്ടികളാണ് ആശാ മാലി ചെവി മുറിച്ച് മേലിട്ടേക്കുന്നത്. തൊഴിലാളിയും കൊള്ളാം, മുതലാളിയും കൊള്ളാം. നല്ലൊരു അക്വേറിയം. എന്താ അയ്യ, എന്തൊരു അഹങ്കാരോടാ പെണ്ണുപിള്ള. ഈ ചെറിയ കുപ്പിയിൽ ഓടി കളിക്കുന്ന ഒരു കുഞ്ഞു മീനില്ലേ, അതിന്റെ പേരെന്തുവാ? എന്തുവാ വില? എത്രയായാൽ നിനക്കെന്താടാ? മനുഷ്യനെ 3-4 തവണ ഒന്ന് പേടിപ്പിച്ചു. അണ്ണ എന്തിനാ അവനെ അടിച്ച? നീ അങ്ങോട്ട് നോക്കണം. എന്തോ അത്? എന്റെ ഉയരെഴിഞ്ഞാണ് പോകുന്നത്. മാറി വന്നത് കാരണം മനുഷ്യനെ പേടിപ്പിക്കുന്നു. ഇതിന് സംഭവം എന്തെന്നറിയാമോ? എന്ത്? ഈ വലിയ ശരീരമുള്ളവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഉള്ളിൽ വെറും പാവങ്ങളാണ്. ആര് പറഞ്ഞു? അന്നെന്ന് പിന്നെ അതാണ് അതിനോണ്ട് ഒരാളിരിക്കുന്നു. പാവണ്. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം, ഞാൻ പുള്ളിയുടെ സിനിമയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞാൻ ഇപ്പൊ കാണിച്ചാലോ, വെറും പാവണം, എനിക്കറിയാം. അതെ, ഞാനീ സിനിമയൊക്കെ കാണും. എല്ലാം ഒത്തിരി എടുത്തു പോകണ്ട. ഇല്ല, കുഴപ്പമില്ല, പാവന്ന് വെച്ച് വെട്ടിത്തരും. സിനിമ ഒക്കെ കാണും. ഗോപിയല്ലേ പെരപ്പം കൂടെ ഇതെന്തോന്നു നോക്കട്ടെ. നമ്മൾ എടുത്തോടൊന്നും പോകില്ലല്ലോ. നമ്മളെ സാധനം അല്ല, നോക്കിട്ട് ഗൾഫിലൊക്കെ പോയി. അല്ല, നിങ്ങൾ ട്രിപ്പിനൊക്കെ പോകുന്നില്ലേ? നമ്മളെ എന്റെ കുറെ ആവശ്യമുള്ള സാധനങ്ങള് കണ്ടിട്ടൊന്ന് തരാം. എന്തൊരു ഇപ്പോഴും കുപ്പി, ബിസ്ക്കറ്റ്, പാൽപ്പൊടി. പാൽപ്പൊടി എന്തിനാ? 4 മണിക്ക് തിന്നാനാണോ? അത് ഉപ്പാവായിരിക്കും. എന്നാ പൂരവ് കാച്ചിയത്. പൂരവോ? അതെന്താ? ഇതെന്തോന്ന്? പാപ്പം. ഇതന്നെ. അതെ, വേറെ നല്ല സാധനം വല്ലതും ഒക്കെ മേടിച്ചു തിന്ന്. അല്ല, വേറെ പുള്ളി മേടിച്ചു. നല്ല ഇതൊക്കെയാണ്. കരയും കരയൊക്കെ നിങ്ങൾ വല്ലതും മേടിച്ചു കൊടുക്കും. ആവശ്യമില്ല. ഇതൊക്കെയാണ് നല്ല വല്ലതും ഒക്കെ വേണമെങ്കിൽ മേടിച്ചു. തമാശ കളിച്ചല്ലേ മിണ്ടാലും. തമാശ പറഞ്ഞല്ലേ? ഞാൻ ചുമ്മാ വെറുതെ രാവിലത്തെ ചായയോടെ തന്നെ 2 ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട്. ആ പാൽക്കൊപ്പി ഏറ്റല്ലേ ചേച്ചിരുന്നു. ഹലോ, പറയൂ മാഡം. മാഡം 3 to 3:30 മാഡത്തിന്റെ ടൈം. അതിന് മുന്നേ വന്നാൽ ഡോക്ടറെ കാണാൻ പറ്റില്ല. ഓ എന്റെ ദൈവമേ, ഈ ഫോൺ തല്ലി പൊട്ടിച്ച് കളയണം. എന്തോ ഒരു തിരക്കാ ഇവിടെ. ജെറി, ചിക്കൻകോട് ജെറി. ഒരു പട്ടികളും ഇല്ലയോ? ദൈവമേ, ഇനിയിപ്പോ എന്തോ ചെയ്യും? ഐഡിയ. സിസ്റ്ററേ, ഓടിവാ.
എന്താ ആരാ? എടോ ഇതൊക്കെ ഓർത്തോയിൽ കാണിക്കണം. ഓർത്തോണ്ടല്ലേ കൃത്യമായിട്ട് ഇവിടെ തന്നെ വന്നത്. എടോ അതല്ല, കാലിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ഓർത്തോയിൽ കൊണ്ട് കാണിക്കണം. ഇത് ദന്താശുപത്രിയാണ്, ഇതിനിവിടെ ചികിത്സ ഇല്ല. എന്റെ സിസ്റ്റർ, എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ല. എൻട്രി പഞ്ചിന് വേണ്ടി സ്ലോ മോഷന് വന്നതല്ലേ? സ്ലോ മോഷന് വന്നാണോ? താൻ ആരാടോ? ഞാനോ? ഞാൻ ജെറി, ചിക്കൻ കോഡ് ജെറി. എന്ത് ജെറി? കോഴിക്കോട് ജെറി. കോഴിക്കോട് ജെറി എന്ന് മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞാ മതി. ഈ ജെറിയെ കണ്ടിട്ടില്ല? ഇല്ല. ജെറിയെ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. അറിയാവുന്ന ഒരു ജെറിയും ഉണ്ട്. കേക്കിന്റെ മുകളിലൊക്കെ ഒരുത്തി വെച്ചിരിക്കില്ലേ ജെറി? അത് ചെറി, ഞാൻ ജെറി. എടാ താൻ എന്തിനാടോ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നോ, പല്ലൊക്കെ എടുക്കുവോ? പല്ലൊക്കെ എടുക്ക, ഇവിടെ രാജാക്കന്മാരുള്ള അതിനുള്ള ആംബിയർ എനിക്കുമില്ല. എന്റെ സിസ്റ്റർ അതല്ല പറഞ്ഞത്, പല്ലെടുക്കുവോന്ന്. പല്ലെടുക്കാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇത് കണ്ടിട്ട് തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അങ്ങോട്ട് കയറി ഇരിക്കടോ. ഓഹോ, വാ തുറക്ക്. അപ്പൂപ്പന്റെ പല്ലെടുക്കുന്നതിന് ഞാൻ എന്നത്തിനാ വാ തുറക്കുന്നേ? എടോ താൻ പേഷ്യന്റ് അല്ലേ? അല്ല. എന്നാ മേനക്കെടുത്തത് പേഷ്യന്റിനെ വിളിക്കണം. Call him ചട്ടമ്പി വാസു. ഓക്കേ, എന്നാ ചട്ടമ്പി വാസുവിനെ വിളിക്കണ്ട ചൊറി. അപ്പൂപ്പ come on. ദൈവമേ, സ്വന്തമായിട്ട് ഭൂമി ചവിട്ടിട്ട് വികാരം കൊള്ളുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോ ചെറിയൊരു സുഖം. അപ്പൂപ്പോ, ആവശ്യമില്ലാത്തവരൊന്നും പറയരുത്, പറഞ്ഞാട്ടല്ലേ. നീ എന്തിനാടാ എന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്നേ? ബ്യൂട്ടി പാർലറോ? അതപ്പോ അങ്ങനെ പറഞ്ഞേ? താണ്ട പാവിരിക്കുന്ന പെണ്ണയിക്കുന്നു. ആവശ്യമില്ലാത്ത പണി പറയല്ലേ. അപ്പൂപ്പൻ ഉദ്ദേശിച്ചതേ ഈ സ്പാ എന്നാണ്. അപ്പൂപ്പൻ ഈ പല്ലുവേദന കാരണം ഇസ് വരത്തില്ല. സിസ്റ്റർ ക്ഷമിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൂപ്പന് പല്ലെടുക്കണ്ടേ? അപ്പൂപ്പൻ ഇവിടെ വന്ന് ഇരിക്കും. എന്നെ പിടിക്കണ്ട, അങ്ങോട്ട്. അല്ല പിന്നെ വാ അപ്പൂപ്പ, ഞാൻ പിടിക്കാം. മുറുക്കി പിടിക്കാം. ആ പിടിക്കാം. കേറി ഇരിക്കും. പിടി വിട്ട് കളയല്ലേ. അയ്യോ, ബോർഡ് കൃത്യമായിട്ട് തൂക്കിയിട്ടുണ്ട്, അത് അവിടെ കൊണ്ടുവച്ചേ. പേഷ്യന്റ് ആരാണ്? പേഷ്യന്റ് ഇവിടെ ഉണ്ടായിരുന്നു. വരൂ, ധൈര്യമായിട്ട് വരൂ. വരാം. പിന്നെ ദന്താശുപത്രിയിലെ കിടിലോ വന്നിരുന്നോളൂ. കേറിയിരിക്കൂ. അമ്മച്ചി, എവിടെയാണ് വേദന? പല്ലാശുപത്രി വന്നിട്ട് എവിടെയാണ് വേദന നോക്കുന്നത്? പല്ലിന് അല്ലാതെ മനസ്സിലായി. അതൊക്കെ നമുക്ക് നോക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാരി ഇരുന്നോളൂ. ക്ലിയർ അല്ലേ? ടൂൾസ് എടു. എവിടെ നമ്മളെ ടൂൾസ് ഇതല്ല ടൂൾസ്. ഇതൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരുടെ ടൂൾസ്. നിങ്ങളത് ഇത് ഞങ്ങളത്. ഇത് ചനളക്കാൻ പോകുന്നത്. അതെ ഡോക്ടറെ, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൂപ്പന്റെ വായിക്കാത്തൊരു 1.5 പൗണ്ട് ഒരു സ്വർണ്ണപ്പല്ലിരിപ്പുണ്ട്. അതും കൂടി എടുത്ത് തരണം. മിസ്റ്റർ, ഞാൻ ഡോക്ടറാണ്, എനിക്കൊരു എത്തിക്സ് ഉണ്ട്. ഏത് മോഡല്? നമ്മക്കത് കളഞ്ഞിട്ട് ഒരു ബെൻസോ BMW എടുക്കാന്ന്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ആദർശം. എനിക്കൊരു എത്തിക്സ് ഉണ്ട്, ഒരു ആദർശമുണ്ട്. ഞങ്ങൾ ഡോക്ടർമാർ ഒരു പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുടി പോലും എടുക്കത്തില്ല. 10,000 രൂപ തന്നാലോ? വൃക്ക വരെ എടുത്തു തരും. കിടന്നോളൂ. ടൂൾസ് എടു. നൈസിനെടുക്കും. പിന്നെ അയ്യോ, പിസാഗോപുരത്തിന് ചരിവുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഡോക്ടറെ ഞാൻ പിടിച്ചോളാം. അങ്ങനല്ല, കൈ പിടിച്ചോ. ഡോക്ടറെ ഇടത്തോട്ട് പോട്ട്, കുറച്ച് ഇടത്തോട്ട് പോട്ട്, കുറച്ച് വലത്തോട്ട് വാ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ എടുക്കുന്നതാണോ? ഒരു പല്ലെടുക്കുന്നതല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞു തന്നല്ലേ. അങ്ങോട്ട് മാറിയേക്ക്, ഞാൻ നോക്കാം. ഒരു മിനിറ്റ്. അയ്യോ, ഇതല്ല. അല്ലേ? ഇതല്ല. ഇതാണോ നോക്കൂ. ഒരു മിനിറ്റ്.
അയ്യോ ഇതുമല്ല. ഇല്ല. ഒരു മിനിറ്റ്. അയ്യോ അയ്യോ ഇതുമല്ലെന്ന്. അല്ലേ അല്ല. അനങ്കല്ലേ വൈറ്റ് എന്തെന്ന്? ആകെ ഉണ്ടായിരുന്ന കാണാൻ പറ്റണൊക്കെ വലിച്ചൂരി എടുത്തിട്ടുണ്ട്. അല്ലേ? സ്വർണ്ണപ്പല്ല് കാണാനില്ല. എടാ നിങ്ങൾ എന്തോന്ന് ഡോക്ടറാണ് ഇത്? കുറെ നേരം ആയാലോടെ എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. പോവാ. എടാ എന്റെ പല്ലെടുത്ത് ഇരുന്നാണ് പോവാനാ നമുക്ക്. പല്ലൊക്കെ എടുത്ത് ഇരുന്നോ? പല്ലൊക്കെ എടുത്ത്. പക്ഷേ അപ്പൂപ്പന്റെ വായു കുറെ പല്ലില്ലായിരുന്നോ? 10-36 ഉണ്ടായിരുന്നു. അതായ കാലത്ത് പെണ്ണുങ്ങൾ അടിച്ച് പൊളിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൂപ്പന്റെ വായിൽ ഈ നീളത്തിലൊരു സാധനം ഇല്ലായിരുന്നു. ഉണ്ട് എന്റെ നാക്ക്. അത് ഈ നീളമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൂപ്പന്റെ വായിൽ ഒരു സ്വർണ്ണ പല്ലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതെവിടെ? അതെവിടെ? ഇവനെ ഭണ്ഡാരം അടങ്ങാനായിട്ട്. അപ്പൂപ്പ ഞാൻ പറയുന്ന അപ്പൂപ്പ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൂപ്പ ഓർമ്മ വരാത്തോണ്ടായിരിക്കും കേട്ടോ ഞാൻ പറയാം. അപ്പൂപ്പ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന്റെ അന്ന് കീരി വാസുവായിട്ട് അപ്പൂപ്പന്റെ ഒരു അടി ഉണ്ടായില്ലേ? ഉണ്ടായ അപ്പൊ കീരി വാസു ചെബുക്കൻ നമ്മളൊക്കെ അടി അടിച്ചോ? അടിച്ചു. അപ്പൊ അപ്പൂപ്പന്റെ 4ാമത്തെ അണപ്പല്ല് ഇളവി പോയോ? പോയി. അപ്പൂപ്പ കേസാകാതിരിക്കാൻ വേണ്ടിട്ട് അവരൊരു 1.5 പവന്റെ സ്വർണ്ണപ്പല്ല് വെച്ച് തന്നോ? തന്നു. ആ പല്ല് വീടേ. അതേത് മക്കളെ? ഇവന് എന്റെ അപ്പൂപ്പനായി പോയി. അപ്പൂപ്പ നമ്മളെ വീട്ടിന്റെ പടിഞ്ഞാറേത്ത് മെരഞ്ഞാ താമസിക്കുന്ന വന്നാര്? സുമതി. അതിനൊരു ഗുരുവും ഇല്ലാണ്ടാ. അപ്പൂപ്പ അപ്പൂപ്പന്റെ കൊച്ചുമോനാണ് ഞാൻ. അപ്പൂപ്പ പറയും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൂപ്പ അപ്പൂപ്പന്റെ വായിൽ ഇടത്തെ സൈഡിൽ ഒരു സ്വർണ്ണപ്പല്ല് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ പല്ല് എവിടെ? അതെവിടെ? എടാ കസേര ആ ചുറ്റിയിലെ വന്നു കൊണ്ടുവന്ന് ഇവനെ അടിച്ചവന്റെ മണ്ട കേട്ടോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റ് സത്യം പറഞ്ഞു. നീ പറയുന്ന എന്റെ കടവായിൽ ഇരുന്ന ഇത്രയും നീളമുള്ള സ്വർണ്ണപ്പല്ലിന്റെ കാര്യമാണോടാ? അത് തന്നെ. ഭഗവാനേ നല്ല മനുഷ്യൻ അപ്പൂപ്പൻ. എന്റെ തങ്കപ്പെട്ട അപ്പൂപ്പൻ. എന്റെ പൊന്നെ അപ്പൂപ്പ. ഇപ്പോഴെങ്കിലും അപ്പൂപ്പൻ ഓർമ്മ വന്നല്ലേ? അപ്പൂപ്പ അതാ ഞാൻ ചോദിച്ചത്. അപ്പൂപ്പന്റെ വായിലുണ്ടായിരുന്ന ആ സ്വർണ്ണപ്പല്ല് എവിടെ? അത് മക്കളെ 2022 ഒരു വരച്ച. അപ്പൊ രമണിയുടെ കഴുത്തേ കിടക്കുന്ന വലിയ മാലയിലാ ലോക്കറ്റ് എന്റെ സ്വർണ്ണപ്പല്ല് അടിച്ചു പരത്തിയത്. എടാ കള്ള കിളവാ. പ്രിയ സുഹൃത്തുക്കളെ, കോമഡി മാസ്റ്റേഴ്സ് ഒരു ചരിത്രമായ ഒരു സംഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ ചരിത്രമായ ഒരു സംഭവം ഇവിടെ പറയാൻ പോവുകയാണ് ശ്വേതാജി. സംഭവം എന്താന്ന് പറഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന പോലെ മികച്ച ചളി, മികച്ച കൗണ്ടർ എന്നീ 2 അവാർഡുകൾ ഇവിടെയുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയതാണ്. മികച്ച ചളി നോബിക്കാണ് ഈ പ്രാവശ്യം. എന്തിനാണ് നമ്മളുടെ പ്രേക്ഷകർ നോക്കട്ടെ. പത്മനാഭൻ. ഓരോ സ്ഥലത്ത് കറങ്ങി വനജ പാവോട് സത്യം കയറി. ഞാനും തുടങ്ങുന്ന ഒരു വീട് പണി. കൺഗ്രാറ്റുലേഷൻസ് നോബി ചേട്ടാ. കുറെ വർഷങ്ങൾക്ക് ശേഷം അതാ നോബി മർക്കോസ് ചളി. പുള്ളി ഉറക്കുമായിരുന്നു തോന്നുന്നു ആ സമയത്ത്. അല്ല ഇങ്ങനെയൊന്നും പറയില്ല. ചളിക്ക് ഇത്ര ഉമ്മയൊന്നും വേണ്ട കേട്ടോ. ഉണ്ട്. അടുത്തതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അതായത് മികച്ച ചളി നോബി ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൗണ്ടറുകൾ ഡയാനയാണോ, അഖിലാണോ, ഞാനാണോ, ശ്രീവിദ്യ ആണോ? എന്താ ഭയങ്കര ഒരു ഷോക്കിംഗ് ഒരു ട്വിസ്റ്റ് ആയി. ഞാനാണോ? ഞാൻ തന്നെയാ. അല്ലല്ല ശ്രീവിദ്യ. അപ്പൊ ഞാൻ അല്ലേ? ശരി, ആദ്യം നമുക്ക് എന്നാ സീൻ നോക്കിയാലോ? ഏതാണെന്നുള്ളത് നോക്കാം. എന്റെ അച്ഛന്റെ പേര് അറിയാം. കരിച്ചേരി കുഞ്ഞമ്പു നായർ. നെറ്റിപ്പട്ടില്ല എന്നുള്ള ആനയുടെ പേര്. കാട്ടാക്കട ഒരാളുടെ പേരുണ്ട്, സ്വതന്ത്രൻ. കാണുന്ന പ്രേക്ഷകരിൽ വെറൈറ്റി നെയിംസ് ആണെങ്കിൽ ഒന്ന് കമന്റിൽ അവരും കൂടെ പേര്. അയ്യോ എന്റെ അച്ഛൻ വന്ന് കമന്റ് ഇടും. അതെനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ് കൗണ്ടർ വന്നാണ്. എന്റെ അച്ഛൻ വന്നിട്ട് അവിടെ അച്ഛന്റെ നെഞ്ചത്തെ ചവിട്ടിട്ടാണെങ്കിലും കിട്ടിയല്ലോ. അതാണ് അതെന്നാ ഇത് കൗണ്ടർ മ്യൂസിക് മിക്സ് മാറിപ്പോയി. മ്യൂസിക്കാർക്ക് മാറിപ്പോയി. ചീനായല്ലേ ഇത് നമ്മുടെ ഓഡിയോ പ്ലെയറിന്റെ ഇട്ട് ശീലായി പോയത്.
അതെ ഇവളെ കണ്ടപ്പോ അത് ചളിയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാറ്റി നിങ്ങളോട് കാലം കണക്ക് മാറിപ്പോയി കേട്ടോ. ഇത് അതായിരുന്നു. കുത്തിരി കത്തിയില്ല 4 എണ്ണം 4 4 ഇല്ലടാ അതൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതേ ആവേശത്തിൽ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി full on fun.